എന്തല്ലാ എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിതാ ദീപാവലി വരുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് വേണ്ടേ. അപ്പം എൻ്റെ മക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്വീറ്റായത് ബാദുഷ. വളരെ എളുപ്പത്തിൽ ഞാൻ ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടേനും, അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു കിണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. കിണ്ണത്തിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഈ മൈദയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പ്, എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ പുളിപ്പില്ലാത്ത തൈരാണ്. നല്ല കട്ട തൈര് നോക്കിയിട്ട് എടുത്തോളൂ. പുളിപ്പില്ലാത്ത തൈര്, കട്ടി കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുളിപ്പുണ്ടാവാൻ പാടില്ല. അതും കൂടി ചേർത്ത് പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. എനിക്കിത് ആദ്യമൊന്നും അറിഞ്ഞുകൂടേനു, അപ്പോൾ ഇപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ സ്പൂണ് വെച്ച് മിക്സ് ചെയ്യുന്നത് എന്താണെന്നോ, എനിക്ക് ഈ നെയ്യ് കൈയുമ്പോൾ പറ്റും എന്തോ പോലെയാണ്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ആദ്യം തന്നെ കുഴക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ ചപ്പാത്തീൻ്റെ മാവ് പോലെ അങ്ങനെ വളരെ സ്മൂത്തായിട്ടൊന്നും വേണ്ട. അങ്ങനെ ഒരു വാരി കുഴച്ചവിടെ വെച്ച് അത് തന്നെ കണ്ടോ. ഇതാ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ആക്കുമ്പോൾ ഇതുപോലെ വരണം. അതാവുമ്പോൾ എയർ ബബിൾസ് ഉള്ളിലുണ്ടാവുക. അപ്പോൾ അതാണ് നല്ലോണം പൊരിഞ്ഞ് വരൂ. കൂടാണ്ട് പഞ്ചസാര പാനിയിലിട്ടാൽ അതങ്ങ് പെട്ടെന്ന് കുടിക്കാനും അതാ സൗകര്യം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒരു തുണി വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിലൊരു മൂടി വെച്ചിട്ട് നമുക്കൊരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പഞ്ചസാര പാനി കാച്ചിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം കാച്ചി കുറുക്കി 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എടുക്കണം. അപ്പോൾ അതങ്ങനെ വല്ലാണ്ടങ്ങ് 1 സ്ട്രിങ് ആയി അങ്ങ് കമ്പി പോലെയായി പോയാൽ വല്ലാത്തൊരു പെട്ടെന്ന് കട്ടയായിപ്പോവും. അപ്പോൾ അതില്ലാത്ത വിധത്തിൽ നല്ലോണം ഒന്ന് ഒരു ഗുലാബ് ജാമുൻ്റെ ജീര കാച്ചൂലേ അതിൻ്റെക്കാളും കുറച്ചുകൂടി, ഇതിപ്പോൾ ഗുലാബ് ജാമുൻ്റെ പരുവ, ഇത് പോരാ, കുറച്ചുകൂടി ഒന്നിങ്ങനെ വലിക്കുമ്പോൾ ഒന്ന് വരണം. അതുപോലെ ആവുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇനി ഇതിൽ ഒരു 1/4 ടീസ്പൂണോ ഒരു 5-6 തുള്ളി ലെമൺ ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു 5-6 ഏലക്കായ് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്, അത് അങ്ങനെ ഒരു വെള്ള കളറ്, അതും കൂടി ഇട്ടിട്ട് ഇളക്കി നമുക്കിത് ഇറക്കി മാറ്റി വെക്കാം. എന്നിട്ട് അത് അടുപ്പ് ചൂട് വേണം, ജീരക്ക് കുറച്ച് ചൂട് വേണം. അതവിടെ നിൽക്കട്ടെ, സ്റ്റവ് ഓഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ കുറുകിപ്പോവില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളെ മാവിനെ ഒന്ന് ഉരുട്ടി പരത്തിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് വലിപ്പത്തിലായിപ്പോയി എൻ്റേത്. ചെറുതാവുമ്പോൾ നല്ല ഉണ്ടാവും കേട്ടോ, നല്ലോണം പൊന്തി വരും, എന്തായാലും കുറച്ച് വലുതാവും അത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പിന്നെ ഒരാൾക്ക് എടുക്കാമെന്നുള്ള ഭാഗത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെറുതായിട്ടാണ് കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോളി. അപ്പോൾ എനിക്കിപ്പോൾ 12 അങ്ങനെ കിട്ടിയത് 1/2 കപ്പ് മൈദക്ക്. ഒരു 15-18 ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ വളരെ ശ്രദ്ധിക്കണം. എണ്ണ ഒന്ന് ലൈറ്റായിട്ട് ചൂടാവുകയേ പാടുള്ളൂ. അടുപ്പത്ത് വെക്കുക, ഒന്ന് സ്റ്റവ് കത്തിച്ച് ഒന്ന് ചൂടാവുക, അത്രയേ ചൂടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എണ്ണേനെ നോക്കാം. എണ്ണ ഇതാ ചൂടാവുന്നേ ഉള്ളൂ, കണ്ടോ, ഒരു ബബിൾസ് പോലും വരുന്നില്ല, അങ്ങനെയേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിപ്പോൾ ഒരു 4 എണ്ണം ഒന്നിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത്രയും ഇടുമ്പോൾ ആ ഇടുന്ന സമയത്തൊന്നും വേണ്ട, ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബബിൾസ് വരണം. കണ്ടോ, ഇപ്പം ആ ചെറുങ്ങനെ വരുന്നത്, അത്രയും ചൂടുണ്ടാവും. അതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ
ഇത് വേവിക്കാൻ പാടുള്ളൂ. എന്നാലേ ഉള്ളു വേവുള്ളൂ. ഇല്ലെങ്കിൽ പുറം കരിഞ്ഞു പോവും, ഉള്ളു വേവുകയില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വേവുമ്പോൾ മേലോട്ട് പൊന്തി വരും. കണ്ട കുറേശ്ശെ പൊന്തി വരുന്ന കണ്ട നല്ലോണം ബാക്കെല്ലാം വെന്ത് കഴിഞ്ഞ്. അപ്പോൾ അതാണ് ആ സമയത്ത് കണ്ടില്ലേ നല്ലോണം പൊന്തി വന്നത്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ ആ ഭാഗം ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തീ കൂട്ടാനേ പാടില്ല കേട്ടോ. എന്നിട്ട് ഈ പഞ്ചസാര പാനിയിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ആ സമയം കൊണ്ട് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതായി വരട്ടെ. കണ്ടോ അത് വേകുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന മാക്സിമം പഞ്ചസാര പാനി നല്ലോണം വലിച്ചെടുക്കും. അതിന് ശേഷം ഇത് കോരി മാറ്റാൻ നമുക്ക്. ഗുലാബ് ജാമുനെ പോലെ ഫുൾ ടൈം ഇട്ട് വെക്കുന്നില്ല. ഇട്ട് കുറച്ച് സമയം അത് മാക്സിമം വലിച്ചെടുത്തതിന് ശേഷം അത് എടുത്ത് മാറ്റിയിട്ട് ഈ പാനിയിലേക്കാണ് മറ്റേത് ഇട്ട് വെക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ അടിപൊളി ബാദുഷ എന്ന് തമിഴ്നാട്ടിൽ പറയും, ബാലുഷായി എന്ന് ആന്ധ്രയിൽ പറയും. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.